Welcome to Simis Nadan Kitchen and you are watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള കൊഴുക്കട്ട ഉണ്ടാക്കുന്നുണ്ട്, മധുരമുള്ളതും മധുരമില്ലാത്തതും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുക. വെള്ളത്തിലേക്ക് ഉപ്പിടുക. വെള്ളം ഇളക്കി കൊടുക്കുക. ഉപ്പ് അലിയാൻ വേണ്ടിയിട്ടാണ്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ വെള്ളം അരിപ്പൊടിയിലേക്ക് ഒഴിക്കാം. ഞാൻ മാവ് കുഴക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടിയിലേക്ക് വെള്ളം ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കുറച്ച് അധികം വെച്ചേക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിയിലേക്ക് ഒഴിക്കാം. കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പൊടിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് വേണ്ടത്. ഇനി ഈ പൊടി ഒന്ന് വാട്ടിയെടുക്കണം. പൊടി വാട്ടാൻ വേണ്ടിയിട്ട് ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മൾ പൊടിയിലകത്തല്ല ഉപ്പിട്ടേക്കണത്, വെള്ളത്തിൻ്റെ അകത്താണ് ഉപ്പിട്ടേക്കണത്. ആ വെള്ളം ഈ പൊടിയിലേക്ക് ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് ചൂടോടുകൂടി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന കണക്ക് തന്നെയാണ് കൊഴുക്കട്ടയ്ക്ക് കുഴക്കുന്നത്. നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആദ്യമേ ഒന്ന് തവിയും കൊണ്ടൊന്ന് ആദ്യം പൊടിയൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് വെള്ളമായി പോകരുത്. വെള്ളമായി കഴിഞ്ഞാൽ കൊഴുക്കട്ട പിടിക്കാൻ പാടാണ്. അപ്പോൾ വെള്ളം എല്ലായിടത്തും പറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോകണം. ചൂട് പോയി കഴിയുമ്പോഴത്തേക്ക് കൈ കൊണ്ട് ഇതൊന്ന് നല്ലതായിട്ട് മയപ്പെടുത്തിയെടുക്കണം. ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് തേങ്ങ വിളയിച്ചെടുക്കാം. തേങ്ങ വിളയിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, ശർക്കര പാവ് കാച്ചിയത്, കുറച്ച് ഏലക്കാപ്പൊടി. കട്ടയുള്ള പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുക. ഏലക്കാപ്പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇടാം. തേങ്ങ ശർക്കരയിൽ ഇട്ടിട്ട് നന്നായിട്ടത് വരട്ടിയെടുക്കണം. ഇതിൻ്റെ അകത്ത് വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല, നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ മാവിൻ്റെ ചൂട് പോയിട്ടുണ്ട്. ഇനി ഇത് കൈ കൊണ്ട് ഒന്ന് മയപ്പെടുത്തിയെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് പിടിക്കാവുന്ന ചൂടേ ഉള്ളൂ. ഇതിന് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി കൊഴുക്കട്ട ഉണ്ടാക്കി തുടങ്ങാം. കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഉരുള ഉണ്ടാക്കുക. കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഒരുപാട് കനം വേണ്ട, എന്നാൽ ഒരുപാട് കനം കുറയാനും പാടില്ല. ആ ഒരു ഷേപ്പ്, ആ ഇതിലാണ് കട്ടി കുറച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു വട്ടം പോലെ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ വിളയിച്ച് ചേർക്കാം. അത് നടുക്ക് വെക്കണം. എന്നിട്ട് അതിനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മുകളിലോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇത് നല്ല റൗണ്ടാക്കി ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഇരിക്കും. എൻ്റെ അടുത്ത് ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന ഒരു അച്ചുണ്ട്. അപ്പോൾ ഇതിലും കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എണ്ണ തൂത്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എല്ലാ വിടവിലും എണ്ണ തൂക്കണം. എന്നാൽ മാത്രമേ ഇത് ഇളകി പോരത്തുള്ളൂ ഇതിൻ്റെ അകത്ത് പറ്റിക്കഴിഞ്ഞാൽ. ഇനി ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഹോളിൽ കൂടെ വേണം മാവ് കയറ്റാനായിട്ട്. ഒരു ചെറിയ ബോൾ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് എല്ലാ വശത്തും തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ തേച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് തേങ്ങ വിളയിച്ച ചേർക്കുക. തേങ്ങ വിളയിച്ച ചേർത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മാവ് വെച്ച് അടയ്ക്കുക. ഇനി ഇത് തുറന്ന് നോക്കുക. നല്ല ഭംഗിയുള്ള കൊഴുക്കട്ട കിട്ടും. ഇനി കുറച്ച് മധുരമില്ലാത്ത കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ വേണം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കണേണ്. എടുത്തു വെച്ചേക്കണം കുറച്ച് മാവും കൂടെ ഇതിലേക്ക് ഈ തേങ്ങ ജീരകം ഇതിലേക്ക് ചേർക്കണേണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കൊഴുക്കട്ടയ്ക്കുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അത് ഇതുപോലെ തന്നെ കുറച്ച് മാവ് എടുത്തിട്ട് മധുരമില്ലാത്ത കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഇരിക്കും. ഉരുണ്ടിട്ടല്ല, ഇങ്ങനെ നീണ്ടിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൊഴുക്കട്ട എല്ലാം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഈ നീളത്തിൽ കാണുന്നത് മധുരമില്ലാത്തതും ഈ ഡിസൈനുള്ളതും ഈ ഉരുണ്ടതും മധുരമുള്ളതും കൂടിയാണ്. അപ്പോൾ നമുക്കിനി ഇത് ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. ആവിയിൽ വെച്ച് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രം വെള്ളം ഒഴിച്ചിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറന്ന് നോക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്. അതിനകത്ത് വെള്ളം നല്ല തിളച്ചെടുക്കുക.
ഇനി ഇതിലേക്ക് ഇല്ലിത്തട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന കൊഴുക്കട്ട വെക്കാം. ഇപ്പോൾ ഈ ഉണ്ട ഷേപ്പിലുള്ളത് ഞാൻ കൈ കൊണ്ട് ഉരുട്ടിയതാണ്. അച്ചു വെച്ചുണ്ടാക്കിയ കൊഴുക്കട്ടയാണ് ഇത്. മധുരമില്ലാത്ത കൊഴുക്കട്ട, അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ കൊഴുക്കട്ടയാണിത്. ഇപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഇട്ടിട്ടും നമുക്ക് തേങ്ങ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ തേങ്ങ തിരുമ്മിയിട്ടിട്ട് അതിനകത്തേക്ക് പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 15 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 15 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടായിരുന്നില്ല, ഒരു കുറച്ചും കൂടെ വേകാനുണ്ടായിരുന്നു. ഇത് തുറന്ന് നോക്കാം. ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പപ്പടക്കോലോ അല്ലെങ്കിൽ ബാർബിക്യൂ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടിട്ടൊന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ മാവൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയേക്കുക. ഇതിപ്പോൾ നമ്മൾ മധുരമില്ലാത്ത കൊഴുക്കട്ടയും ഇത് മധുരമുള്ള കൊഴുക്കട്ടയും. അപ്പോൾ 2 ടൈപ്പ് ഉണ്ടാക്കിയായിരുന്നല്ലോ. ഇത് കയ്യിൽ ഉരുട്ടിയതും ഇത് അച്ചിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടാക്കിയത്. ഇതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയായിരിക്കുന്നതെന്ന്. അപ്പോൾ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.